അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, സ്വപ്നമാണ്, അവരുടെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ് അവരുടെ മക്കൾ നല്ല മക്കളാകുക എന്നുള്ളത്. മക്കൾ നല്ല അനുസരണയുള്ള മക്കളാകണം, ദീനീ ബോധമുള്ള മക്കളാകണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ 5 വക്ത് നിസ്കരിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഇഹലോകത്തും വിജയിക്കുന്ന മക്കളാകാനാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിൽ ഭൂരിഭാഗം മക്കളും കള്ളിനും കഞ്ചാവിനും വേണ്ടാത്ത പ്രവൃത്തികളിലും വേണ്ടാത്ത കാര്യങ്ങളിലുമെല്ലാം അടിമപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ വാർത്തകളൊക്കെയാണ് നാം നിരന്തരം വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഒരുപാട് മാതാപിതാക്കളും അവരുടെ മക്കൾ കാരണമാണ് അവർ ജീവിതത്തിൽ വലിയ വിഷമം അനുഭവിക്കുന്നത്. എന്നാൽ ഇതിനൊക്കെയും ഒരു പരിഹാരം വേണ്ടേ? അതിനൊക്കെയും ഒരു പരിഹാരം തേടിയിട്ടാണ് പല മാതാപിതാക്കളും ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ. എൻ്റെ മക്കൾ നല്ല മക്കളാകണം, അനുസരണയുള്ള മക്കളാകണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കണം, 5 വക്ത് നിസ്കരിക്കണം, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, ഇഹലോകത്തും വിജയിക്കണം എന്നാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം. അതിനി എത്ര മോശപ്പെട്ട മാതാപിതാക്കളാണെങ്കിലും കള്ളിനും കഞ്ചാവിനും മോശപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്ത് നടക്കുന്ന ഒരു ഉപ്പയുടെയും ഏതൊരു ഉപ്പയുടെയും ആഗ്രഹം അവരുടെ മക്കൾ നല്ല മക്കളാകണമെന്നായിരിക്കും. ഞങ്ങൾ കേടുവന്നതുപോലെ, ഞാൻ കേടുവന്നതുപോലെ എൻ്റെ മക്കൾ കേടുവരരുത്. അതിനി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നല്ല മക്കളാകണമെന്നാണ് ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമുണ്ടാകുക. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് നിങ്ങൾ മഗ്രിബിന് ശേഷം നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കൾ നല്ല അനുസരണയുള്ള മക്കളാകും, സ്വാലിഹീങ്ങളായ മക്കളാകും. മാത്രമല്ല 5 വക്ത് നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന ഇഹലോകത്തും വിജയിക്കുന്ന മക്കളായിത്തീരും. മാത്രമല്ല പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മക്കളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും, പഠനത്തിൽ നല്ല മുന്നേറ്റമുണ്ടാകും, എക്സാമിലൊക്കെ നല്ല മാർക്കോടുകൂടി അവർക്ക് പാസ്സാകാൻ സാധിക്കും. അതോടൊപ്പം അവർ തൊടുന്നതിലെല്ലാം അവർക്ക് വിജയമുണ്ടാകും. അവർ എന്ത് തുടങ്ങിയാലും അത് നല്ല ഭംഗിയായിട്ട് അവർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. മാത്രമല്ല മക്കൾക്കുണ്ടാകുന്ന മടി, അലസത, ഭയം ഇതൊക്കെയും മാറിക്കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന, മാതാപിതാക്കൾ ജീവിക്കുന്ന കാലത്തും മരണപ്പെട്ട് ഖബറിലാകുന്ന സമയത്തും ഇഹലോകത്തും പരലോകത്തും മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന നല്ല സ്വാലിഹായ ഒരു മക്കളാകാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മഗ്രിബിന് ശേഷം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കട്ടെ. ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്ന മക്കളിൽ നമ്മുടെ മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്, അമാനത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി വളർത്തൽ ഒരു മാതാപിതാക്കളുടെ കടമയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു മരം നട്ടു. ആ മരത്തിനാവശ്യമായ വെള്ളവും സൂര്യപ്രകാശവും നമ്മൾ നൽകിയാൽ മാത്രമേ ആ മരം വലുതായി പടർന്ന് പന്തലിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ആ മരത്തിന് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അതുപോലെ സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്താണ് നമ്മൾ ആ മരം നട്ടുപിടിപ്പിച്ചത് എങ്കിൽ ആ മരം ഉണങ്ങിപ്പോകുകയില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. നമ്മുടെ മക്കൾ നല്ല മക്കളാകാൻ ആദ്യം മാതാപിതാക്കൾ ചെയ്യേണ്ടത് മാതാപിതാക്കൾ നല്ലവരാകുക എന്നതാണ്. മാതാപിതാക്കൾ എങ്ങനെയാണ് നന്നാവേണ്ടത്?
മാതാപിതാക്കൾ എങ്ങനെയാണോ അത് കണ്ടാണ് മക്കൾ പഠിക്കുക, മക്കൾ വളരുക. അപ്പോൾ മാതാപിതാക്കൾ എങ്ങനെയാണ് നന്നാവേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ നന്നാവാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവാണ്. അതായത് നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും. ആ സമയത്ത് നമുക്ക് ദേഷ്യം വരും, സങ്കടങ്ങൾ വരും. അതുപോലെ തമാശ രൂപത്തിൽ പോലും നമ്മൾ ആ സമയത്ത് നമ്മുടെ മക്കളോട് പറയുന്ന ചില വാക്കുകളുണ്ട്. എന്നാൽ അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന വലിയ ആ മുറിവുണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഒരു വാക്ക് മതി ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ. അതുപോലെ നമ്മുടെ ഒരു വാക്ക് മതി ഒരു മനുഷ്യനെ നരകതുല്യമായ മാനസികാവസ്ഥയിലേക്ക് തള്ളിയിടാൻ. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളോട് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് ഒരിക്കലും മാതാപിതാക്കൾ പറഞ്ഞു പോകരുത്. ഇത് പറഞ്ഞാൽ തന്നെ നമ്മുടെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെട്ടു പോകും. മാത്രമല്ല, അവർ മാതാപിതാക്കളെ അനുസരിക്കില്ല, കള്ളിനും കഞ്ചാവിനും മറ്റ് വേണ്ടാത്ത പ്രവൃത്തികളിലേക്കും ഒക്കെ അവർ കടന്നു പോകും. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ കുട്ടികളോട് പെരുമാറിയത്, അതുപോലെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പെരുമാറേണ്ടത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ മറ്റുള്ള മക്കളുമായി താരതമ്യം ചെയ്യരുത്. ഇന്ന് അധിക ഉമ്മമാരും ഉപ്പമാരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ്, മറ്റുള്ള മക്കളുമായിട്ട് താരതമ്യം ചെയ്യും. അതായത് അയൽവാസിയുടെ കുട്ടിയുടെ പേര് പറഞ്ഞോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കനായ ഏതെങ്കിലും കുട്ടിയുടെ പേര് പറഞ്ഞോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുട്ടികളുടെ പേര് പറഞ്ഞോ, ചില ഉമ്മമാരൊക്കെ പറയുന്ന കാര്യമാണ്, നീ അവനെ കണ്ടോ, അവൻ്റെ പഠനം കണ്ടോ, അവൻ്റെ മാർക്ക് കണ്ടോ, നിനക്ക് അവനെ പോലെ ആയിക്കൂടെ എന്നൊക്കെ പല ഉമ്മമാരും പറയും. എന്നാൽ ഉമ്മമാർ കരുതുന്നത് ഈ ഒരു വാക്ക് പറഞ്ഞാൽ മക്കൾക്ക് പഠിക്കാൻ നല്ല വാശിയുണ്ടാകും, അതുകൊണ്ട് മക്കൾ പഠിക്കും, മാത്രമല്ല അതുകൊണ്ട് അവർ നല്ല മക്കളാകും എന്നൊക്കെയാണ്. എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്നറിയുമോ? നമ്മുടെ മക്കളുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾ കൊന്നുകളയുകയാണ്. അതായത് ഈ ഒരു വാക്ക് നിങ്ങൾ പറയുന്നതിലൂടെ മക്കളുടെ മനസ്സിൽ എന്നേക്കുമായി പതിയുകയാണ്, എനിക്കൊരു കഴിവുമില്ല, എനിക്ക് ബുദ്ധിയില്ല, ഓർമ്മശക്തിയില്ല, പഠിക്കാൻ സാധിക്കില്ല, ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണ് എന്നൊക്കെ ഒരു തോന്നൽ കുട്ടികളുടെ മനസ്സിൽ വരും. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ആത്മവിശ്വാസവും തകരും. പിന്നീട് അവർക്ക് പഠിക്കാൻ ഒരു താല്പര്യവും ഉണ്ടാകില്ല, അവരുടെ മൈൻഡിൽ കയറില്ല. മാത്രമല്ല, നിങ്ങൾ നിരന്തരം ഈ ഒരു വാക്ക് മക്കളോട് പറയുകയാണെങ്കിൽ അവരുടെ ഭാവി ജീവിതവും പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഒരിക്കലും മറ്റുള്ള മക്കളുമായിട്ട് നിങ്ങളുടെ മക്കളെ താരതമ്യം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മക്കളുടെ കുറവുകൾ എടുത്തു പറയാതിരിക്കുക, അവരെ കുറച്ച് കാണാതിരിക്കുക. എപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ പുകഴ്ത്തി പറയണം. നമ്മുടെ മക്കൾ കുറച്ച് പഠനത്തിൽ മോശമാണെങ്കിൽ അവരോട് പറയുക, നീ വിഷമിക്കേണ്ട മോനെ, ഇനിയും എക്സാം വരുന്നില്ലേ, എക്സാം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, അടുത്ത എക്സാമിന് നമുക്ക് നല്ല മാർക്ക് വാങ്ങാം, ഞാനുമുണ്ട് നിൻ്റെ കൂടെ, നീ എന്തിനാ പേടിക്കുന്നത്, നീ ബേജാറാകണ്ട, ഉമ്മയില്ലേ നിൻ്റെ കൂടെ. ഇങ്ങനെയൊക്കെ മക്കളോട് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ആത്മവിശ്വാസമാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. ഇത് ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാർക്ക് അദ്ദേഹത്തോട് അസൂയ തോന്നാൻ കാരണമെന്തായിരുന്നു? പിതാവായ യാക്കൂബ് നബി യൂസുഫ് നബിയെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ സഹോദരന്മാർക്ക് വന്നു. അതാണ് അവർക്ക് അസൂയ തോന്നാൻ കാരണം. സ്നേഹത്തിലുണ്ടാകുന്ന കുറച്ച് ഏറ്റക്കുറച്ചിൽ പോലും മക്കളിലുണ്ടാക്കുന്ന വലിയ പക എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ നമ്മെ മനസ്സിലാക്കി തരുന്നു. സ്നേഹത്തിലുണ്ടായ ഏറ്റക്കുറവ് സഹോദരനെ വരെ കിണറ്റിലെറിയാൻ വരെ അത് അവരെ പ്രേരിപ്പിച്ചു. നമ്മുടെ മക്കളെ മറ്റുള്ള മക്കളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ മക്കളുടെ മനസ്സിൽ വരുന്നത് നമുക്ക് അവരോട് ഇഷ്ടമില്ല എന്നാണ്. നമുക്കിഷ്ടം നല്ല പഠിക്കുന്ന
നല്ല ബുദ്ധിയുള്ള, എല്ലാത്തിനും കഴിവുള്ള, നല്ല ഉഷാറുള്ള, നമ്മൾ ആരെക്കുറിച്ചാണ് നമ്മൾ താരതമ്യം ചെയ്തത് അത്തരത്തിലുള്ള മക്കളോടാണ് നമുക്കിഷ്ടം, താല്പര്യം എന്നൊക്കെയാണ് നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണരുന്നത്. മാത്രമല്ല, നമ്മൾ ഏത് കുട്ടിയെ വെച്ചിട്ടാണോ നമ്മൾ താരതമ്യം ചെയ്തത് ആ കുട്ടിയോട് വലിയ വെറുപ്പായിരിക്കും നമ്മുടെ മക്കൾക്ക്. അതുകൊണ്ട് തന്നെ മക്കൾ തമ്മിൽ സ്കൂളിൽ വെച്ചിട്ടോ മദ്രസയിൽ വെച്ചിട്ടോ ആ പക തീർക്കാൻ വേണ്ടി അവർ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്താൻ അത് കാരണമാകും. മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് നമ്മോട് ഒരു ഇഷ്ടവും ഉണ്ടാകില്ല, നമ്മൾ പറയുന്നത് അനുസരിക്കില്ല, നമ്മോട് വെറുപ്പായിരിക്കും, പഠിക്കാൻ താല്പര്യമുണ്ടാകില്ല, മദ്രസയിലേക്ക് പോകില്ല, സ്കൂളിലേക്ക് പോകാൻ മടിയായിരിക്കും, 5 വക്ത് നിസ്കരിക്കില്ല, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യില്ല, ചീത്ത ചിന്തകളിലേക്കും ചീത്ത കൂട്ടുകെട്ടിലേക്കും അവർ പോകും, കള്ളിനും കഞ്ചാവിനും ലഹരി പദാർത്ഥത്തിനും അവർ അടിമയാകും. ഇങ്ങനെയാണ് ഒരുപാട് മക്കളും കേടുവന്നു പോകുന്നത്. ഇതിന് പ്രധാന കാരണന്മാരാണ് മാതാപിതാക്കൾ തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും നിങ്ങൾ മറ്റുള്ള മക്കളുമായിട്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ താരതമ്യം ചെയ്യാതിരിക്കുക. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുറച്ച് സഹാബിമാരും ഒരു കുട്ടിയും കൂടി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഒരു വെള്ളത്തിൻ്റെ പാത്രമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വെള്ളത്തിൽ നിന്നും അല്പം കുടിച്ചു. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ച ബാക്കി വെള്ളം കുടിക്കാൻ വേണ്ടി, അതിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി സ്വഹാബിമാർ കാത്തു നിൽക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലതുവശത്താണ് ആ കുട്ടി ഇരിക്കുന്നത്. എന്നാൽ മുത്തുനബി ആ ബാക്കിയുള്ള വെള്ളം സ്വഹാബിമാർക്ക് കൊടുക്കാത്തതിൻ്റെ മുമ്പായിട്ട്, സ്വഹാബിമാർ മുതിർന്ന ആളുകളാണ്, മുതിർന്ന ആളുകൾക്ക് കൊടുക്കാതെ കുട്ടിയോട് ചോദിച്ചു, മോനെ, ഈ വെള്ളം ഞാൻ മുതിർന്നവർക്ക് കൊടുക്കട്ടെ, നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുട്ടിയല്ലേ എന്ന് കരുതി ഈ വെള്ളം മുതിർന്നവർക്ക് കൊടുക്കാമായിരുന്നു. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ ബഹുമാനിക്കുകയാണ് ചെയ്തത്. ആ ചെറിയ മോൻ പറയുകയാണ്, ഇല്ല നബിയെ, നിങ്ങൾ കുടിച്ച ഈ ഉച്ഛിഷ്ടം ഞാൻ ആർക്കും തന്നെ കൊടുക്കില്ല, അതിൻ്റെ ബറക്കത്ത് ഞാൻ ആർക്കും നൽകില്ല, ഇത് എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വെള്ളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറിയ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു. ഇതാണ് പ്രിയപ്പെട്ടവരെ മാതൃക. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളുണ്ട്, അവരുടേതായിട്ടുള്ള സമയങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അതൊക്കെ മാതാപിതാക്കളായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്നു മുതൽ തന്നെ നമ്മുടെ ഈ ശീലം മാറ്റിയെടുക്കണം. അതായത് മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാതെ അവരുടെ ചെറിയ വിജയങ്ങളിൽ പോലും അവരെ നമ്മൾ അഭിനന്ദിക്കണം. ഇനി രണ്ടാമതായി, മാതാപിതാക്കൾ ഒരിക്കലും മക്കളോട് പറയാൻ പാടില്ലാത്തൊരു വാക്കാണ്, പ്രത്യേകിച്ച് ഉമ്മമാർ ദേഷ്യം പിടിക്കുന്ന സമയത്തൊന്നും, നീ ഗുണം പിടിക്കില്ലടാ, നീ തകർന്നു പോകും, നീ നശിച്ചു പോകും, നീ എവിടെയും വിജയിക്കില്ല, നിനക്ക് പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് തരേണ്ടത് തരും. ഇങ്ങനെ തുടങ്ങിയ മക്കൾ അനുസരിക്കാതെ വരുമ്പോൾ, മക്കൾ കുസൃതി കാണിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ നമ്മുടെ നാവിൽ നിന്നും വരുന്ന ഇത്തരത്തിലുള്ള ശാപവാക്കുകൾ ഒരിക്കലും മക്കളോട് പറയാതിരിക്കുക. കാരണം പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഈ ശാപവാക്കുകൾ നിങ്ങൾ മക്കളെക്കുറിച്ച് പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാലാഖമാർ ആമീൻ പറയുന്ന സമയമാണെങ്കിലോ അത് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ശാപവാക്കാണോ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത്, ആ ശാപം നിങ്ങളുടെ മക്കളിൽ ഏൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഉമ്മമാർ, ഉമ്മയൊക്കെ എന്തെങ്കിലും മക്കളെക്കുറിച്ച് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് വളരെ വേഗത്തിൽ സ്വീകരിക്കും. ഉമ്മയുടെ വാക്കിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയില്ല എന്നാണ്. അതായത് ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു തആല വേഗത്തിൽ സ്വീകരിക്കും. അതുകൊണ്ട് മക്കളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ശാപവാക്കുകൾ മാതാപിതാക്കൾ പറയാതിരിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിൽ ഒരിക്കലും അവർ വിജയിക്കില്ല, മാത്രമല്ല ആഖിറത്തിലും അവർക്ക് പരാജയമായിരിക്കും ഉണ്ടാകുക.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായിട്ട് നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെതിരായിട്ടോ നിങ്ങളുടെ മക്കൾക്കെതിരായിട്ടോ നിങ്ങളുടെ സമ്പത്തിനെതിരായിട്ടോ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കരുത്, ശാപവാക്കുകൾ പറയരുത്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ദുആക്ക് ഉത്തരം നൽകുന്ന സമയമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് മോശമായി ഭവിച്ചേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ കാര്യമാണിത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ശാപവാക്കുകൾ പറയാതിരിക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കൽ ജുറൈജ് എന്ന വലിയ ഒരു പണ്ഡിതനും ആരാധകനുമായ ഒരു മനുഷ്യൻ നിസ്കരിക്കുകയായിരുന്നു. എന്നാൽ നിസ്കാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ വിളിച്ചു. നിസ്കാരത്തിലായതിനാൽ വിളി കേട്ടില്ല. വീണ്ടും ഉമ്മ വിളിച്ചു. അപ്പോഴും നിസ്കാരത്തിലായിരുന്നു. അപ്പോഴും വിളി കേട്ടില്ല. അവസാനം ഉമ്മാക്ക് ദേഷ്യം വന്നു. ഉമ്മ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, വേശ്യകളുടെ മുഖം കാണാതെ നീ മരിക്കാതിരിക്കട്ടെ എന്ന്. ആ ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചു. അങ്ങനെ ജുറൈജ് റളിയല്ലാഹു അൻഹു വലിയ പരീക്ഷണത്തിൽ അകപ്പെട്ടു. ഒരു സ്ത്രീ ജുറൈജ് റളിയല്ലാഹു അൻഹു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നാട്ടിലാകെ പറഞ്ഞു നടന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾ ജുനൈജ് റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിച്ചു, ആക്രമിച്ചു. എന്നാൽ പിന്നീട് സത്യം തെളിഞ്ഞു. സത്യം തെളിഞ്ഞാലും ഉമ്മയുടെ ഈ ഒരു വാക്കുകൊണ്ട് ജുനൈജ് റളിയല്ലാഹു അൻഹു കുറച്ചുനാൾ ആ അപമാനം സഹിക്കേണ്ടി വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴും പല സമയത്തും നിങ്ങളുടെ നാവിൽ നിന്നും വരുന്ന ഇത്തരത്തിലുള്ള ശാപവാക്കുകൾ അത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു വിത്താണ്. അത് മുളക്കുക തന്നെ ചെയ്യും. അതായത് നിങ്ങൾ നിരന്തരം ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറയുന്ന ആ കുട്ടിയുണ്ടല്ലോ, അവൻ വലുതാകുമ്പോഴും ഒന്നിനും കൊള്ളാത്തവനായിട്ട് തന്നെ മാറും. അതിൽ യാതൊരു സംശയമില്ല. കാരണം ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ ഉമ്മയും ഉപ്പയും പറയുന്നത് സത്യമാണ് എന്ന് അവൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദേഷ്യം വരുമ്പോൾ നാവങ്ങ് കടിച്ചു പിടിക്കുക, അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുക. അതായത് അള്ളാഹു നിന്നെ നന്നാക്കട്ടെ, അള്ളാഹു നിനക്ക് സന്മാർഗം നൽകട്ടെ എന്ന് പറയുക. അതിനൊരു ഉദാഹരണമാണ് ഈ ചരിത്രം. മക്കയിൽ താമസിച്ചിരുന്ന ഇമാമായ സുദൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. സുദൈസ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കുസൃതി കാണിച്ചപ്പോൾ ഉമ്മക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, നിന്നെ മക്കയിലെ ഇമാമാകട്ടെ അള്ളാഹു എന്ന് പറഞ്ഞു. എന്നാൽ ആ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് മക്കയിലെ ഇമാമായി മാറി. നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്താണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്. അവരോട് നമ്മൾ ശാപവാക്കുകൾ പറയാതിരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ടായാൽ തന്നെ നമ്മുടെ മക്കൾ ഇഹലോകത്തും വിജയിക്കാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വേഗത്തിൽ സ്വീകരിക്കും മാതാപിതാക്കളുടെ പ്രാർത്ഥന. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക, ശാപവാക്കുകൾ പറയാതിരിക്കുക. എന്നാൽ തന്നെ നമ്മുടെ മക്കൾ നല്ല മക്കളാകും. ഇനി മൂന്നാമതായി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിനക്ക് അതിന് കഴിയില്ല, നിനക്കതിനുള്ള ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവരുടെ ചിറകരിയുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പല മാതാപിതാക്കളും ചെയ്യുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിനക്കൊന്നും കഴിയില്ല എന്ന് കേട്ട് വളരുന്ന കുട്ടികൾ അവർ വലുതാകുമ്പോഴും എനിക്കൊന്നും കഴിയില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ തന്നെ വലുതാകുമ്പോഴും അവർ ഒന്നിലേക്കും മുന്നിട്ടിറങ്ങൂല. അതായത് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ പുതുതായി തുടങ്ങാനോ ബിസിനസ് തുടങ്ങാനോ സാമ്പത്തികമായിട്ട് ഉയരാനോ സ്വന്തമായിട്ടൊരു വീടെടുക്കാനോ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ പല മാർഗങ്ങൾ തേടിപ്പോകാനോ ഇതൊന്നും അവർക്ക്
ഒരു താല്പര്യമുണ്ടാവുക എന്ന് മാത്രമല്ല, അവർക്ക് തോന്നും എനിക്കതിന് കഴിയില്ല, ഞാൻ കഴിവ് കെട്ടവനാണ്, ഞാൻ എന്തെങ്കിലും തുടങ്ങിയാൽ അത് പരാജയപ്പെടും, മാത്രമല്ല ആളുകൾ എന്നെ കളിയാക്കും, മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കും എന്നൊക്കെ കരുതി അവരുടെ ഭാവി ജീവിതവും വലിയ പരാജയത്തിലേക്ക് പോകും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങളുടെ മക്കളോട് ഒരിക്കലും പറഞ്ഞു പോകരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചരിത്രം നിങ്ങൾ കേട്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മക്കളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പായിട്ട് റോമ സാമ്രാജ്യത്തിനെതിരെ വലിയൊരു സൈന്യത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയക്കാൻ തീരുമാനിച്ചു. അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. മുത്തുനബി അയക്കാൻ തീരുമാനിക്കുന്ന ആ സൈന്യത്തിൽ യുദ്ധത്തിൻ്റെ എല്ലാ ഗതിവിധികളും അറിയുന്ന, എല്ലാ തന്ത്രങ്ങളും അറിയുന്ന ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ റളിയല്ലാഹു അൻഹും വമ്പൻ സ്വഹാബിമാർ ആ സൈന്യത്തിലുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സൈന്യത്തിൻ്റെ നായകനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരഞ്ഞെടുത്തത് വെറും 18-19 പ്രായമുള്ള ഉസാമ റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുകണ്ട് മദീനയിലുള്ള ജനങ്ങൾക്കെല്ലാം അത്ഭുതമായി. മുതിർന്നവർ ഉണ്ടാകുമ്പോൾ ഈ ചെറിയ പയ്യനാണോ സൈന്യാധിപൻ എന്ന് അവരുടെ മനസ്സിൽ വന്നു. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉസാമ റളിയല്ലാഹു അൻഹുവിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. നീ ചെറുതാണ്, നിനക്ക് കഴിവില്ല എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് ആ വലിയ ഉത്തരവാദിത്യം ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ ആ വലിയ വിശ്വാസമാണ് ഉസാമയെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പോരാളിയായി മാറ്റിയത്. അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കാലത്തേക്കല്ല വളർത്തേണ്ടത്, നിങ്ങളുടെ മക്കൾ ജീവിക്കാൻ പോകുന്ന കാലത്തേക്കാണ് അവരെ വളർത്തേണ്ടത്. മാത്രമല്ല അവരെ നിങ്ങൾ വിശ്വസിക്കുക, അത് അവർക്കുണ്ടാകുന്ന വലിയൊരു കരുത്താകുമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ മക്കളെ താഴ്ത്തിക്കെട്ടാതെ, അവരുടെ കുറവുകൾ മാത്രം എടുത്തു പറയാതെ, അവർക്ക് വിജയത്തിനാവശ്യമായ ഒരു ധൈര്യവും അവരിൽ ഒരു വിശ്വാസവും അവർക്ക് ഒരുപാട് പ്രചോദനവുമാണ് നമ്മൾ നൽകേണ്ടത്. ഇനി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരിക്കലും ചീത്തപ്പേര് വിളിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ആരെയും ചീത്തപ്പേര് വിളിക്കരുത്. ചില ആളുകളൊക്കെ കളിയാക്കിക്കൊണ്ട് മക്കളെയൊക്കെ മടിയ, മണ്ട, നുണയ, അതുപോലെ തടിയൻ, കറുപ്പൻ, ഇങ്ങനെയൊക്കെ ചീത്ത വാക്കുകൾ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തരത്തിലുള്ള വാക്ക് പറയരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കൾ, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ മണ്ടൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ഉപബോധ മനസ്സ് അത് സ്വീകരിക്കും. പിന്നീട് അവൻ ബുദ്ധിപരമായ കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടും. കാരണം അവൻ വിശ്വസിക്കുന്നത് അവൻ മണ്ടനാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്നല്ല, ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ആരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വാക്കുകൾ വിളിക്കരുത്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പറഞ്ഞ് കളിയാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. മറിച്ച് അവരുടെ നല്ല ഗുണങ്ങൾ കണ്ട് അവരെ വളർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ജുലൈബ് എന്നൊരു സ്വഹാബിയുണ്ടായിരുന്നു. കാണാൻ ഭംഗിയില്ലാത്ത, കറുത്ത, ആരും തന്നെ മൈൻഡ് ചെയ്യാത്ത, ആരും വില കൽപ്പിക്കാത്തൊരു സ്വഹാബി. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ആ സ്വഹാബിയെ മാറ്റി നിർത്തിയില്ല. ആ സ്വഹാബിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തു. മാത്രമല്ല ആ സ്വഹാബി ഷഹീദായപ്പോൾ ആ സ്വഹാബിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് കബറടക്കി. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ എന്നിൽ പെട്ടവനാണ്, ഞാൻ അവനിലും പെട്ടവനാണ്.
അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗന്ദര്യമോ കുറവുകളോ ഒന്നും തന്നെ നോക്കിയില്ല. സ്നേഹം കൊണ്ട് ആ സ്വഹാബിയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കളിയാക്കരുത്, പരിഹസിക്കരുത്, ചീത്ത വാക്കുകൾ കൊണ്ട് അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ മക്കളോട് എന്നല്ല, ആരോടും നമ്മൾ ചീത്ത വാക്കുകൾ പറയരുത്, അവരെ കളിയാക്കരുത്, അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. നമ്മുടെ നാക്കിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നാക്കിൽ നിന്നും വരുന്ന ഓരോ വാക്കിനും മൂർച്ചയുണ്ട്. അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തറച്ചാൽ ആ മുറിവ് മാറാൻ അല്പം പാടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ശരീരത്തിലെ മറ്റുള്ള അവയവങ്ങളെ പോലെയല്ല, നമ്മുടെ നാക്കിൽ നിന്നും വരുന്ന ഓരോ വാക്കും നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ വലിയ പരാജയത്തിലേക്കെത്താൻ അത് കാരണമാകും. ഇനി അവസാനമായിട്ട്, മാതാപിതാക്കൾ ഒരിക്കലും മക്കളോട് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇനി പറയുന്നത്. അതായത് പ്രത്യേകിച്ച് ഉമ്മമാർ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും വലിയ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മുടെ ആ ദേഷ്യമുണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ മക്കളിൽ തീർക്കരുത്. അതായത് ആ സമയത്ത് അധികം ഉമ്മമാരുമൊക്കെ പറയുന്ന കാര്യമാണ്, നിന്നെക്കൊണ്ട് കുടുങ്ങിപ്പോയി, നീ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, നിന്നെ പ്രസവിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്, എൻ്റെ ജീവിതം പരാജയത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാമായിരുന്നു എന്നൊക്കെ ഉമ്മമാർ, പ്രത്യേകിച്ച് ഉമ്മമാർ മക്കളോട് ഒരിക്കലും ഇങ്ങനെ പറയരുത്. നമ്മുടെ മക്കളുടെ മനസ്സ് തകർന്നു പോകുന്ന ഒരു വാക്കാണ് ഇത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടാണോ ആ കുട്ടി ഈ ലോകത്തേക്ക് വന്നത്? അല്ല, ഒരിക്കലുമല്ല. അത് ആ കുട്ടി ആവശ്യപ്പെട്ടിട്ടുമല്ല, നമ്മുടെ തീരുമാനവുമല്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയൊരു സമ്പത്താണ്, വലിയൊരു നിഅമത്താണ് അത് മനസ്സിലാക്കാനുള്ള ഈമാൻ കുറവായതുകൊണ്ടാണ് മക്കളുടെ മനസ്സ് തകർന്നു പോകുന്ന രീതിയിലുള്ള ഈ വാക്കുകൾ നാവിൽ നിന്നും വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടത്, നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയുള്ള ജിഹാദ് പോലെയാണ്. അതായത് ഒരു പിതാവ്, ഉപ്പ മക്കൾക്ക് വേണ്ടിയിട്ട് വെയിലത്ത് പണിയെടുക്കുമ്പോൾ ഓരോ തുള്ളി വേർപ്പിനും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അരികിൽ പ്രതിഫലമുണ്ട്. നമ്മൾ മക്കളെ കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അതിനുള്ള പ്രതിഫലം, അതിനുള്ള കൂലി അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് നിന്നും നമുക്ക് നൽകും. ഒരു ഉമ്മ ഒരു കുഞ്ഞിന് സന്തോഷത്തോടു കൂടി പാല് കൊടുക്കുന്നതും അതിനെ താരാട്ടുപാടി ഉറക്കുന്നതും പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ, ഒരിക്കലും നിങ്ങൾ മക്കളോട് പറയരുത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു എന്ന്. പകരം നിങ്ങൾ പറയുക, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് എന്നുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം അത് ഇരട്ടിയായി മാറും. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ നമുക്ക് ഭാരമല്ല, അത് നമ്മുടെ പരലോകത്തിലേക്കുള്ള നിക്ഷേപമാണ്. നമ്മൾ മരിച്ച് കബറിൽ പോയാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ബാക്കിയാകുന്നത് അത് നമ്മുടെ മക്കളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യൽ, ശപിക്കൽ, നിനക്ക് കൈയില്ല എന്ന് പറഞ്ഞ് മക്കളെ തളർത്തൽ, മോശം വിളിപ്പേര് വിളിക്കൽ, മക്കൾ ഒരു ഭാരമാണ് എന്നുള്ള ഒരു തോന്നൽ, ഇത്തരത്തിലുള്ള ഈ സ്വഭാവങ്ങളൊക്കെ ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മക്കൾ നല്ല മക്കളാകും, നല്ല സ്വാലിഹായ മക്കളാകും, നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന മക്കളാകും, ദീനീ ബോധമുള്ള മക്കളാകും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഇഹലോകത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളായിത്തീരും.
മക്കൾ ശൈത്താൻ്റെ കെണിയിൽപ്പെടാതിരിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മഗ്‌രിബിന് ശേഷം മക്കളെ ഒരിക്കലും നിങ്ങൾ പുറത്താക്കരുത്. മഗ്‌രിബിന് ശേഷം അവരെ കളിക്കാനേ എന്നല്ല, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടും അവരെ പുറത്ത് വിടരുത്. അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവരെ ശൈത്താൻ്റെ കെണിയിൽപ്പെട്ട് അവരുടെ ബുദ്ധിക്ക് തകരാറുകൾ സംഭവിക്കും. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയം പിശാചുക്കൾ ധാരാളം ഇറങ്ങി നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ മക്കളെ പുറത്താക്കിയാൽ അവരുടെ ബുദ്ധിക്ക് തകരാറുകൾ സംഭവിക്കുകയും മാത്രമല്ല അവർക്ക് പിശാചുക്കളുടെ കെണിയിൽപ്പെട്ട് അവർക്ക് ദുശീലങ്ങൾ ഉണ്ടാവുകയും വേണ്ടാത്ത പ്രവൃത്തികളും വേണ്ടാത്ത ചിന്തയും വരും. അതോടുകൂടി മക്കൾ കേടുവന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ മക്കളെ പുറത്തു വിടരുത്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. ഇനി നമ്മുടെ മക്കൾ നല്ല മക്കളാകാൻ മഹാന്മാരായ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. മഗ്‌രിബിന് ശേഷം മാതാപിതാക്കൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ശംസ് 7 പ്രാവശ്യം പാരായണം ചെയ്യുക. പാരായണം ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ മക്കൾ നല്ല മക്കളാകണം, സ്വാലിഹായ മക്കളാകണം, ദീനീ ബോധമുള്ള മക്കളാകണം, ഇഹലോകത്തും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ഇഹലോകത്തും വിജയിക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന നല്ല സ്വാലിഹായ മക്കളാകണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? സൂറത്തു ശംസ് 7 പ്രാവശ്യം പാരായണം ചെയ്യുക. മാത്രമല്ല അതിനുശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ മക്കൾ നല്ല മക്കളാകും. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. അതോടൊപ്പം നിങ്ങൾ ഈ സൂറത്തു ശംസ് 7 മഗ്‌രിബിന് ശേഷം പാരായണം ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് എത്ര വഴിതെറ്റിപ്പോയ മക്കളാണെങ്കിലും കേടുവന്ന മക്കളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ മക്കളെയും സ്വാലിഹായ മക്കളാക്കട്ടെ, ഇഹലോകത്തും വിജയിക്കുന്ന മക്കളാക്കട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കും നമ്മുടെ മക്കൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.